ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് സ്റ്റെം സ്റ്റിച്ചും അതുപോലെ സ്റ്റെം വിപ്പറും ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറിൻ്റെതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പോപ്ലിംഗ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് തന്നെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാം, വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുള്ളത് സ്കെച്ച് എടുത്തതാണ് കേട്ടോ. നമുക്ക് തുണിയിലൊക്കെ സ്കെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യെല്ലോ കാർബൺ പേപ്പർ വാങ്ങാൻ കിട്ടും, ബുക്ക് സ്റ്റാളിന്നോ അല്ലെങ്കിൽ ഫാൻസിന്നൊക്കെ ആയിട്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്കിതുപോലെ ഏതെങ്കിലും ചിത്രമൊക്കെ വെച്ചിട്ട് സ്കെച്ച് ചെയ്താൽ മതി. അപ്പം ഞാനിതാ ഈ ഒരു ബുക്കത്തെ ഈ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ സ്കെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ യെല്ലോ കാർബൺ പേപ്പർ ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ തുണി വെക്കും, അതിന് മുകളിലായിട്ട് നമ്മൾ യെല്ലോ കാർബൺ പേപ്പർ ഇങ്ങനെ വെക്കും, ഇത് അടിയിൽ വരുന്ന രീതിയിൽ. അതിനുശേഷം നമുക്ക് ഏതാണോ പിക്ചർ വേണ്ടത് അത് നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സാധാ വരച്ച് കൊടുക്കുന്നത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തുന്നൽ തുടങ്ങാം. അപ്പം ഞാൻ ഫസ്റ്റ് പൂവാണ് കേട്ടോ, ഫ്ലവറിനാണ്. ഫ്ലവറിന് ഞാൻ കൊടുക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓറഞ്ച് കളർ എടുത്തിട്ടുള്ളത്, അപ്പോൾ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ, ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഈ എംബ്രോയ്ഡറിൻ്റെ റിങ്ങും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ കയ്യിൽ വെച്ചിട്ടും ചെയ്യാം, ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലവറാണ്, ഫ്ലവറിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ അടിയിൽ നിന്ന് നൂല് കുത്തിപ്പൊക്കിയിട്ടുണ്ട്, എന്നിട്ട് ഇത് ഫുള്ളായിട്ട് വലിക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും കുത്തിത്താത്ത സൂചി, പിന്നെ കെട്ടിടുങ്ങാതെ നോക്കണം കേട്ടോ. നമ്മൾ നൂല് കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ വലിച്ചുമ്പോൾ കെട്ടിടുങ്ങും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് കുറച്ച് ഇത്രയൊക്കെ ഉണ്ടാകുമ്പോഴേ പറ്റ് താത്തരുത്. ഇത്രയൊക്കെ ആകുമ്പോൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തിപ്പൊക്കുക നമ്മളെ സൂചി, എന്നിട്ട് ഇങ്ങനെ വലിക്കുക. നമ്മളിങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും കുത്തി താഴ്ത്തുക, എന്നിട്ട് മെല്ലെ താഴോട്ട് ഇങ്ങനെ വലിച്ചുക. താഴോട്ട് വലിച്ചുക. വീണ്ടും നമ്മൾ നന്നായിട്ട് വലിക്കരുത്, കുറച്ച് ഇത്ര ഇത് ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ വീണ്ടും ഇത് മുകളിലാക്കണം കേട്ടോ. ഇത് മുകളിൽ വെച്ചിട്ട്, അഥവാ ഇത് താഴത്തേക്കും ഇത് മുകൾക്കും. അപ്പോൾ ഇത് മുകളിലാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വീണ്ടും കുത്തിപ്പോക്കട്ടെ നമ്മൾ സൂചി, എന്നിട്ട് വീണ്ടും വലിക്കുക. ഇനി നമുക്കിത് ആണെങ്കിൽ വലുപ്പം കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ, ഈ കുത്തിത്താത്തുന്നതും കുത്തി പൊന്തിക്കണതൊക്കെ. ഞാൻ ഫ്ലവറിനനുസരിച്ചുള്ള ഇതാണ്. വീണ്ടും ഇതിങ്ങനെ പൊന്തിച്ച് ഇതാ ഇങ്ങനെ കിട്ടി. വീണ്ടും നമ്മൾ കുത്തിത്താത്തുക, ഇത്രയാകുമ്പോൾ നിർത്തുക. നമ്മൾ സൂചി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വീണ്ടും കുത്തിപ്പൊക്കുക, മുറുക്കുക. വീണ്ടും നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. ഇതുപോലെ ഇത് ഫുള്ളാക്കിയിട്ട് നമുക്ക് ഫ്ലവർ ഫുള്ളാക്കിയിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. അതിന് നമ്മൾ അവസാനത്തെ തീക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തു. അപ്പോൾ നമ്മളിതാ കൊത്തിത്താത്തണ്. ശേഷം അവസാനം ചെയ്യുക. നമ്മൾ ഫ്ലവർ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അപ്പുറം എടുത്തിട്ട് നമുക്കിത് ഇട്ടിട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട്
നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്ലവർ ഇവിടെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഫ്ലവർ വന്നിട്ടുള്ളത്. ഇനി നമുക്കും ഇലകൾക്കൊക്കെ ഇതാണ് ചെയ്യണത്. പക്ഷേ സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റെം വിപ്പടാണ് നമ്മൾ ഇലകൾക്കും വള്ളികൾക്കും ചെയ്യണത്. അപ്പോൾ ആദ്യം സ്റ്റെം വിപ്പട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റെം ആദ്യം ചെയ്യണം. ഈ സ്റ്റെം സ്റ്റിച്ച് ഇവിടേക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വിപ്പട് ചെയ്യണത് വേറെ കളർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 2 കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ നമ്മൾ ഈ ഒരു ഇത് ഫുള്ളാക്കണത്. അപ്പോൾ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് കാണിക്കണില്ല. സ്റ്റെമ്മ് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഇനി വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടാം, വലിപ്പം കുറക്കണമെങ്കിൽ വലിപ്പം കുറക്കുക ചെയ്യാം. അപ്പോൾ നമുക്ക് അതുപോലെ സ്റ്റെം സ്റ്റിച്ച് ഫസ്റ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് വിപ്പട് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റെമ്മ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇലകളാണ് ഈ കാണുന്ന മഞ്ഞ, ഇത് ഫ്ലവർ. നമ്മളിനി സ്റ്റെം വിപ്പടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഫ്ലവറിന് ചെയ്യണില്ല, ഈ 2-3 ഇലകൾക്കാണ് കേട്ടോ സ്റ്റെം വിപ്പട് ചെയ്യണത്. അപ്പോൾ സ്റ്റെം വിപ്പട് ചെയ്യാൻ തന്നെ നമുക്ക് ആദ്യം സ്റ്റെം ചെയ്യണം, അതിന് ശേഷമാണ് വിപ്പട് ചെയ്യണത്. അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓറഞ്ച് നൂല് തന്നെ എടുത്തിട്ടുള്ളത്. അതിൽ അറ്റത്തായിട്ട് അതുപോലെ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൂചിയിൽ കോർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിപ്പട് ചെയ്യാനായിട്ട് പോവാം. നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ താഴത്തുനിന്ന് സൂചി പൊന്തിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നിലും ഗ്യാപ്പ് ഇങ്ങനെ കാണും, ഓരോ സ്റ്റെമ്മിൻ്റെ ഇതിലും. അതിലൂടെ ഇങ്ങനെ നൂലെടുത്ത് ഇങ്ങനെ വലിക്കുക. വലിക്കട്ടോ. നമ്മൾ താഴത്തേക്ക് എത്തൂല കേട്ടോ, താഴത്തുണ്ടാവില്ല. ഈ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ആദ്യം സ്റ്റെം സ്റ്റിച്ച്, അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് പോവുക. ഇപ്പം നിങ്ങൾക്ക് ഈ സൂചിൻ്റെ ബേക്ക് ഉപയോഗിച്ചിട്ടും ഇങ്ങനെ കോർത്തെടുക്കാം കേട്ടോ. സൂചിൻ്റെ ബേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇതാണ് കേട്ടോ വിപ്പട്. ഓരോ ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പ് കൂടെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരാം. ഒരേ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പം ഇതിപ്പോൾ ഇത് നമ്മൾ അകത്തുനിന്നുള്ളിലേക്കാണ് വലിക്കണത് നൂല്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ തന്നെ പോകണം. അല്ലാതെ ഇപ്പോൾ കുറച്ച് നമുക്ക് ഇങ്ങനെ എത്തുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊന്നും ആക്കരുത്. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാകെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡൊക്കെ തിരിയുമ്പോഴേ അതൊക്കെ ശ്രദ്ധിക്കണേ. നമ്മൾ അവസാനം എത്തിയിട്ടുണ്ട്. അവസാനം എത്തുമ്പോൾ നമ്മൾ എവിടെയാണോ തുടങ്ങിയ അവിടെ തന്നെ നമ്മൾ കുത്തി താത്താണ് കേട്ടോ ചെയ്യണത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ താഴത്ത് കെട്ടിടാം. പക്ഷെ നമുക്കിനി ഇതുമ്മലൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാണ് ചെയ്യണത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അവിടെ കെട്ടിടുന്നില്ല, അതിന് ഇവിടേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ അടുത്ത പൂവിലേക്ക് ഇങ്ങനെ കുത്തി കൊണ്ടുവരാണ് ചെയ്യണത്. ലാസ്റ്റ് ഒന്നിച്ചിട്ട് കെട്ടിടാം. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതായിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ ഇങ്ങനെ വിപ്പ് ചെയ്ത് വരും കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം ഇതും ചെയ്ത് നമ്മൾ സൂചി ഇവിടെ കുത്തി ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേറെ രീതിയിൽ കൂടെ ഇട്ടിട്ട് നമുക്കിതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മളത് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മൾ ഓരോ വലിപ്പത്തിനനുസരിച്ച് നിൽക്കും കേട്ടോ. ഇതിപ്പോൾ ചിലത് ഞാൻ നല്ല വലിപ്പത്തിലാണ് നമ്മളെ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചിലത് ചെറുതാക്കിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നോക്കി നമ്മളിങ്ങനെ വിപ്പ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇതാണ് സ്റ്റെം വിപ്പ്, ഇത് സ്റ്റെമ്മ്. അപ്പോൾ ഈ രണ്ടുമാണ് ഇന്നത്തെ നമ്മളെ ഈ ഒരു ഫ്ലവറിൽ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ ഞങ്ങൾക്ക് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.